നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അച്ഛന്റെ കയ്യിൽ നിന്ന് അനുഗ്രഹം വാങ്ങിച്ചു തരാന്ന്. മാഡം, എന്നെ പറ്റിച്ച് തലയെ തൊട്ട് സത്യം ചെയ്യിച്ചല്ലേ? എങ്ങനെ മാഡത്തിന് വർമ്മ സാറിന്റെ കയ്യിൽ നിന്ന് അനുഗ്രഹം മേടിച്ച് തരുമെന്ന് ആലോചിച്ചിട്ട് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. ഇനി സാക്ഷാൽ ദൈവം തമ്പുരാൻ തന്നെ എന്തേലും ഒരു വഴി കാണിച്ചു തരണം. സേവകനായി ഉണ്ടാവും. അതിനുള്ളതെല്ലാം ചിലപ്പോ അതിനധികവും ഇപ്പൊ തന്നെ സാർ എനിക്ക് തന്നിട്ടുണ്ട്. ഇനി എനിക്ക് ഒന്നും വേണ്ട. എനിക്ക് വർമ്മ സാറിന്റെ സ്നേഹം മാത്രം മതി. അല്ല രാജു, നിനക്ക് എന്തെങ്കിലും തരണമെന്നുണ്ട്. എനിക്ക് പ്രതിഫലം പ്രതീക്ഷിച്ചല്ല നീ ഒന്നും എനിക്ക് വേണ്ടി ചെയ്തതെന്ന് എനിക്കറിയാം. പക്ഷേ ഞാനിതാ നിനക്ക് വാക്കുതരുന്നു. ഏത് സാഹചര്യത്തിലും നീ ചോദിക്കുന്ന ഒരു കാര്യം, അത് എത്ര വലിയ ആവശ്യമാണെങ്കിലും രണ്ടാമതൊന്നും ചിന്തിക്കാതെ നീ ചോദിക്കുന്ന അതേ നിമിഷത്തിൽ നിനക്ക് ഞാൻ സാധിച്ചു തരും. വാക്ക്. പ്രതാപ, ഞാനേ പേടിച്ചു പോയി. കൺമുന്നിൽ കണ്ട ആ കാഴ്ചയുടെ ഷോക്കിൽ ഞാൻ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. നിനക്കെന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ. സമാധാനിക്കേച്ചി, എനിക്കൊന്നും സംഭവിച്ചിട്ടില്ലോ. ആർക്കും ഒരാപത്തും സംഭവിക്കാതെ വലിയൊരു അപകടം ഒഴിവായത്. ഇത്രയും വലിയൊരു ആഘോഷം നടക്കുന്ന വീടല്ലേ, അസൂയക്കാരുടെ ദൃഷ്ടി പതിഞ്ഞിട്ടുണ്ടാവും. യാമിനി, മോളൊരു കാര്യം ചെയ്യ, ഒരു തേങ്ങ എടുത്തോണ്ട് വന്ന് വർമ്മ സാറിന്റെ ദൃഷ്ടി ഒഴിഞ്ഞ് പുറത്തു കൊണ്ടുപോയി ഉടക്കി. ശരി രാധമേ, വാ അപ്പോ. രാജു, സർ, നിനക്ക് വേറെ പ്രശ്നമൊന്നുമില്ലോ? വരൂ രാധമേ. ഇതാ രാധമേ. അയ്യോ, ഞാനോ? ആപത്തിൽ നിന്നും ഞങ്ങളെ കാത്ത് രാജുവിന്റെ പെറ്റമ്മയാ രാധമ്മ. രാധമ്മയല്ലാതെ പിന്നെ ആരിത് ചെയ്യും? ഇത് പിടിക്ക്. ശേഖര, ആ ഇവന്റ് മാനേജ്മെന്റുകാർക്ക് എന്തു പറ്റിയതാണെന്ന് തിരക്ക്. പ്രതാപ, നീ അല്പനേരം പോയി റെസ്റ്റ് എടുക്ക. രാജു, എന്താ മാഡം? രാജു ഞങ്ങൾക്ക് വേണ്ടി ചെയ്തതിനൊക്കെ
നന്ദി വാക്ക് പറഞ്ഞ അത് തീരെ ചെറിയ കാര്യമായി പോവും. ഇന്ന് എന്റെയും ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന എന്റെ അച്ഛന്റെയും ജീവനാണ് രാജു സ്വന്തം ജീവൻ പോലും വകവെക്കാതെ രക്ഷപ്പെടുത്തിയത്. മാഡം, അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ? നല്ല മനസ്സുള്ളവർക്ക് ദൈവം ആപത്തൊന്നും വരുത്തില്ല മാഡം. ദൈവം വലിയവനാ. അതെ, ദൈവം വലിയവനാ. ആപത്തിൽപ്പെട്ടവരെ രക്ഷിക്കാൻ ദൈവം ചില രക്ഷകരെ നിയോഗിക്കും. എന്റെ ജീവിതത്തിൽ ദൈവം നിയോഗിച്ച ആ രക്ഷകൻ രാജുവാണ്. ഇപ്പൊ എന്നെ ഇങ്ങനെ പോഴ്ത്തുന്ന ഋതിക മാഡം, എൻഗേജ്മെന്റിന്റെ കാര്യം ഞാൻ മനഃപൂർവ്വം മറച്ചു വെച്ചോന്ന് അറിയുമ്പോ എന്നോട് എങ്ങനെ പ്രതികരിക്കും? രാജു, അച്ഛന്റെ കയ്യിൽ നിന്ന് അനുഗ്രഹം വാങ്ങിച്ചു തരാന്ന്. മാഡം, എന്നെ പറ്റിച്ച് തലയെ തൊട്ട് സത്യം ചെയ്യിച്ചല്ലേ? എങ്ങനെ മരണത്തിന് വർമ്മ സാറിന്റെ കയ്യിൽ നിന്ന് അനുഗ്രഹം മേടിച്ച് തരുമെന്ന് ആലോചിച്ചിട്ട് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. ഇനി സാക്ഷാൽ ദൈവം തമ്പുരാൻ തന്നെ എന്തേലും ഒരു വഴി കാണിച്ചു തരണം. രാജു, കൃത്യസമയത്ത് രാജു അത് കണ്ടില്ലായിരുന്നെങ്കിൽ എനിക്ക് ആലോചിക്കുമ്പോൾ തന്നെ പേടിയാവുന്നു. എത്ര വലിയ ആപത്തിന്ന് ചേട്ടനും ഋതുമ്പോഴും തലനാരഴിക്ക് രക്ഷപ്പെട്ടത്. എന്താ ചെയ്ത്? അച്ഛൻ എന്തിനാ ഈ ആവശ്യമില്ലാത്ത പണിയൊക്കെ ചെയ്യുന്നത്? ഒന്ന് പോടാ അവിടുന്ന്. ആവശ്യമില്ലാത്ത പണിയാ. വർമ്മ സാറിന്റെ വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുമ്പോ എന്തെങ്കിലുമൊക്കെ പണികളുണ്ടെങ്കിൽ നോക്കിയും കണ്ടും ചെയ്യേണ്ടത് നമ്മുടെ കടമയല്ലേ? നീ ചെല്ലടാ. ഈ അച്ഛന്റെ ഒരു കാര്യം. ജോത്സരെ, എന്താ അവിടെയാ? എനിക്ക് അനുഗ്രഹം വാങ്ങിച്ചു തരാന്ന് പറഞ്ഞതേ അച്ഛന്റെ കയ്യിൽ നിന്നുവാ, അല്ലാതെ പൂജാരിയുടെ കയ്യിൽ നിന്നല്ല. ഒന്ന് സമാധാനപ്പെടും മാഡം. ഞാൻ എന്തേലും ഒരു വഴി ഉണ്ടാക്കാം. മാഡം വാ. നമസ്കാരം. സാക്ഷാൽ മഹാദേവന്റെ സന്നിധിയിൽ പൂജിച്ച പൂക്കളാണ്, സ്വീകരിച്ചോളൂ. മോളെ, മോൾ അച്ഛന്റെ കയ്യിൽ നിന്ന് പൂക്കൾ വാങ്ങിക്കോളൂ. പൂക്കൾ വാങ്ങി മോളുടെ മുറിയിൽ കൊണ്ടുവച്ചോളൂ. ഐശ്വര്യം ഉണ്ടാവും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.